ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോണേ? ഫോഗിനോൾസ് ഹോട്ടലിലേക്ക്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത്, അപ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ടാവും. അപ്പോൾ ഇതാണ് ഫോഗിനോൾസിൻ്റെ എൻട്രൻസ്. ഫ്രണ്ടിലെ റിസപ്ഷന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അവിടെ കുഞ്ഞ് വന്ന ഉടനെ തന്നെ അതിൽ കളിച്ചിരുന്നു കുറച്ച് നേരം. പിന്നെ അപ്പോൾ തന്നെ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക്സ് തന്നിരുന്നു. അത് എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ കേവ് റൂമിലേക്ക് പോയി. ഇതായിരുന്നു അതിൻ്റെ എൻട്രൻസ്. ഇത് കേവ് റൂംസിലേക്ക് പോകുന്ന കോറിഡോറിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ്. ഞങ്ങൾ ആക്ച്വലി ഒരു സ്യൂട്ട് റൂമാണ് ബുക്ക് ചെയ്തിരുന്നത്. ആട്ടം എന്നായിരുന്നു ആ റൂമിൻ്റെ പേര്. ഇത് റൂമിലേക്കുള്ള വഴിയായിരുന്നു. ഇനി നമുക്ക് റൂം ടൂർ നോക്കാം. ഇതാണ് ഞങ്ങളുടെ സ്യൂട്ട് ആട്ടം. അപ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നതാണ് നമ്മുടെ ഈ ലിവിങ് ഏരിയ. ലിവിങ് ഏരിയയിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാർവിങ്സ് ഉണ്ട്, കഥകളിയുടെ കാർവിങ്സ്. ഈ വാളിൽ നമുക്ക് മോഹിനിയാട്ടത്തിൻ്റെ കാർവിങ് കാണാം. ഈ വാളിൽ തെയ്യത്തിൻ്റെ കാർവിംഗ് ആണ്. നമ്മുടെ റൂം കേരളത്തിലെ ഡാൻസ് ഫോംസ് ആണ് നമ്മുടെ റൂമിൻ്റെ തീം. സോ കേവ് തീംഡ് ആയതുകൊണ്ട് തന്നെ ലൈറ്റിംഗ് കുറവായിരുന്നു. ലിവിങ് റൂമിൽ കൂടെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ബെഡ്റൂമിലേക്ക് എത്തും. ഇത് കേവ് തീംഡ് ആയതുകൊണ്ട് തന്നെ റൂമിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. ലിവിങ് സ്പേസിൽ കണ്ട പോലെ തന്നെ ബെഡ്റൂമിലും നല്ല കാർവിങ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സിറ്റിങ്ങിനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അവർ. AC ഇല്ലാതെ തന്നെ റൂമിൽ നല്ല തണുപ്പായിരുന്നു. കൂടാതെ സ്റ്റാഫ് പറഞ്ഞ അനുസരിച്ച് ഒറിജിനൽ റോക്ക് ആയത് കാരണം പല സ്ഥലത്തും വാട്ടർ സീപ്പേജ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരു കാരണവശാലും നമ്മളെ ബുദ്ധിമുട്ടിച്ചില്ല. അതെല്ലാം അവർ കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ ബാത്റൂമാണ്. അതും കേവിൻ്റെ ഒരു തീം തന്നെ ഫോളോ ചെയ്തിട്ടാണ്. ഈ പ്രോപ്പർട്ടി കുറച്ച് പഴക്കമുള്ളതാണെങ്കിലും റൂംസും അതേപോലെ ബാത്റൂം ആണെങ്കിലും എല്ലാം വെൽ മെയിൻറ്റെയിൻഡ് ആണ്. നമുക്ക് ആ ഒരു പഴക്കമൊന്നും തോന്നിയില്ല. എന്തായാലും മീരക്കുട്ടിക്ക് റൂം നന്നായി ബോധിച്ചിട്ടുണ്ട്. ഇതാണ് നേരത്തെ പറഞ്ഞ വാട്ടർ സീപ്പേജ്. ഇത് അവിടെയുള്ള ആക്ടിവിറ്റീസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ വന്നപ്പോൾ തന്നെ അവർ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തതാണ്. സോ ഇതിൽ നമുക്ക് അവിടെ ഒരു കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഒരു 360 ഡിഗ്രി ഗ്ലാസ് ടോപ്പ് വ്യൂ ഉണ്ട്. പോരാത്തതിന് സ്വിമ്മിംഗ് പൂൾ, അതുപോലെ ഹോഴ്സ് റൈഡിങ്, ക്യാമ്പ് ഫയർ. ആൻഡ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഇൻ ഹൗസ് തിയേറ്റർ ഉണ്ടായിരുന്നു ഇവർക്ക്. പിന്നെ ജീപ്പ് സഫാരി ഉണ്ട്, അത് ചാർജബിൾ ആയിരുന്നു. പിന്നെ പ്രോപ്പർട്ടിയിൽ തന്നെ ഒരു പ്രൈവറ്റ് വാട്ടർഫോൾ ഉണ്ടായിരുന്നു. ഇതൊരു കോമൺ ഏരിയയാണ്. നമ്മൾ നേരത്തെ കണ്ട ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടിയിലുള്ളൊരു ഏരിയയാണിത്. ഇവിടെ ക്യാരംസ്, അതുപോലെ തന്നെ ബാറ്ററി ഓപ്പറേറ്റഡ് കാർ. ആൻഡ് ഇവിടെയാണ് നമ്മുടെ ഇൻ ഹൗസ് തിയേറ്റർ വരുന്നത്. ആൻഡ് ഇവിടെ നിന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ഉണ്ട്. ഞങ്ങളിനി പൂളിലോട്ട് പോവുകയാണ്. പ്രോപ്പർട്ടിയുടെ തൊട്ട് പുറത്തായിരുന്നു സ്വിമ്മിംഗ് പൂള്. ഒരു സ്റ്റാഫും നമ്മുടെ കൂടെ വന്നിരുന്നു പൂള് കാണിച്ചു തരാനായിട്ട്. മീരക്കുട്ടിക്ക് പൂളിൽ കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം തന്നെ ഞങ്ങൾ ആദ്യം പൂളിലേക്കാണ് പോയത്. അപ്രോക്സിമേറ്റ്ലി ഒരു 1 അവർ ഞങ്ങൾ ഈ പൂളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചായ കുടിക്കാനാണ് പോയത്. സോ ചായക്ക് സ്നാക്സായിട്ട് പഴംപൊരിയും ഉഴുന്നുവടയായിരുന്നു ഉണ്ടായിരുന്നത്. ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ
സ്ട്രീം കാണാൻ വേണ്ടി പോവുകയാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയത് കാരണം അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പോയ ടൈമിൽ ആക്ച്വലി ഞങ്ങൾ 3 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മഴക്കാലം അല്ലാത്ത കാരണം അധികം വെള്ളം ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞിരുന്നത് സ്റ്റാഫ്. ഒരു 5 to 10 മിനിറ്റ്സോളം ഞങ്ങൾ നടന്നു സ്ട്രീമിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട്. അങ്ങനെ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ട്രീം. നല്ല മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി വെള്ളമായിരിക്കും. ഇപ്പോൾ അധികം വെള്ളമൊന്നുമില്ല, എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തു, വീഡിയോസും എടുത്തിരുന്നു. തിരിച്ച് നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ വന്നു. അപ്പോൾ പോകുന്ന വഴി ഞങ്ങൾ ഫോട്ടോ എടുത്തില്ലായിരുന്നു. ക്രിസ്മസ് ടൈം ആയത് കാരണം അവിടെ കുറേ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. രാത്രിക്കുള്ള ഡിന്നർ ഇവിടുന്ന് തന്നെ കഴിക്കാനായിരുന്നു പ്ലാൻ. സോ ഡിന്നറിനുള്ള ഓർഡർ ഞങ്ങൾ കൊടുത്തു. കുറച്ച് നേരം റിസോർട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഫ്രണ്ട് ഏരിയയിലേക്ക് വന്നു. റിസപ്ഷന് അടുത്തായിട്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറച്ച് സൈക്കിൾസ് ഉണ്ടായിരുന്നു. മീര അതിൽ നിന്നൊരു സൈക്കിൾ എടുത്ത് ഓടിക്കാൻ തുടങ്ങി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്ലാസ് ബ്രിഡ്ജാണ്. ഇതിൻ്റെ താഴെയായിരുന്നു നമ്മൾ ആ പ്ലേ ഏരിയ കണ്ടത്. ഇത് മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. വ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. പിന്നെ അതിനുശേഷം പോയത് ഫ്രണ്ടിലുള്ള കിഡ്സ് പ്ലേ ഏരിയയിലേക്കാണ്. എൻട്രൻസിൻ്റെ 2 സൈഡും കുട്ടികൾ കളിക്കാനായിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. ക്രിസ്മസ് ടൈമിലാണ് ഞങ്ങൾ പോയിരുന്നത്. ഇത് ഓപ്പോസിറ്റ് സൈഡിലെ പ്ലേ ഏരിയ ആണ്. പിന്നെ ഞങ്ങൾ നേരെ മുകളിലുള്ള ഗ്ലാസ് ടോപ്പ് വ്യൂ കാണാൻ വേണ്ടി പോയി. 360 ഡിഗ്രി ഗ്ലാസ് വ്യൂ. ഒരു 3 സ്റ്റോറി ബിൽഡിംഗ് ആയിരുന്നു ഇത്.
ഇതാണ് നമുക്ക് മുകളിൽ നിന്നുള്ള വ്യൂ കിട്ടുന്നത്. ഇത് മീരയോട് എപ്പോൾ ഡാൻസ് കളിക്കാൻ പറഞ്ഞാലും അവരുടെ സ്ഥിരം സ്റ്റോക്ക് ഡാൻസാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ താഴത്തെ കോമൺ ഏരിയയിലേക്ക് പോയി കുറച്ചു നേരം ബാറ്ററി ഓപ്പറേറ്റഡ് കാറെല്ലാം കളിച്ചു. ഇതാണ് ഇൻ ഹൗസ് തിയേറ്റർ. അവിടെ അവർ കാന്താര മൂവി ആയിരുന്നു സ്ക്രീൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കാന്താര 2. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്രഷ് ആവാൻ റൂമിലോട്ട് പോയി. പിന്നെ ജസ്റ്റ് റിസോർട്ടെല്ലാം ഒന്ന് രാത്രിത്തെ വ്യൂ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ക്രിസ്മസ് ഈവ് ആയതുകൊണ്ട് തന്നെ എല്ലാവിടെയും ഫുൾ ലൈറ്റ്സ് എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈറ്റെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിശപ്പിൻ്റെ വിളി വന്നു. നേരെ റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടു. നേരത്തെ ഓർഡർ ചെയ്തുകൊണ്ട് സാധനങ്ങളെല്ലാം അവർ റെഡിയാക്കി വെച്ചിരുന്നു. ഡിന്നർ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ക്യാമ്പ് ഫയറിനാണ് പോയത്. ക്യാമ്പ് ഫയർ ഒരു 1 hour ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി. ഇത് അടുത്ത ദിവസം കാലത്തുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസ് ആയിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാം ടേസ്റ്റിയുമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ നേരെ താഴോട്ട് വന്നു. അപ്പോൾ അവിടെ കുതിര റെഡിയായി നിൽക്കുന്നുണ്ട് ഹോഴ്സ് റൈഡിങ്ങിന് വേണ്ടി. മീര ആദ്യം തന്നെ കുതിരപ്പുറത്ത് ചാടിക്കയറി. ആദ്യം മീര കുറച്ച് പേടിച്ചെങ്കിലും പിന്നെ മീര അത് എൻജോയ് ചെയ്തു. അവസാനം അവിടെ നിന്ന് ഇറങ്ങാൻ നേരം അവർ നമുക്ക് നമ്മുടെ ഒരു ഫോട്ടോ മഗ്ഗിൽ പ്രിന്റും ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫോഗി നോൾസിനോട് വിട പറഞ്ഞു. തിരിച്ചിറങ്ങാൻ നേരം നമ്മുടെ കുതിര ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു.